സുഖമിരുന്നാലോലമാലോലമായി പൂവാലൻ കിളി നീ കുലുക്കി വിടുമീ വാലിന്റെ തുമ്പിൽ കിടന്നാവാം ഭൂമി തിരിഞ്ഞിടുന്നതനുകമ്പാർഹം ഭവച്ചാപലം പ്രാലേയാദ്രിസുതേ തവസ്തനതടം മാലേയപങ്കാക്തം എന്താലേവങ്ങൾ പൊടിഞ്ഞു ഭസ്മകരജസ്സാലേ പരീതാഭമായി ചാലേ കാൺമിതു മന്ത്രവാദമിരവിൽ ബാലേ നടന്നു വിയർത്തിയിലേതുള്ളലിലെന്നു തോഴികൾ ഉഷക്കാലേ തൊഴും നീ തൊഴാം സഞ്ചക്കൺമുനയേൽപ്പു നീ വിറയഴും പൂമേ തൊട്ടുന്നുണ്ടു നീ കുഞ്ചിക്കാതിനടുത്തു നീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽക്കുണ്ഡലം മന്ദഹാസ്യം കൗസ്തുഭശ്രീ പരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസദുദരം കാഞ്ചനച്ഛായചേലം ചാരുസ്നിഗ്ധോരുമംഭോരുഹരളിതപദം ഭാവയേഹം ഭവന്തം. ഇതില് ആണ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ സാമാന്യം പറയുമ്പോൾ ക്ഷ ക്ഷ എന്നുള്ള അക്ഷരം കാഷ എന്നാണ് എഴുതുക. പക്ഷെ ഉച്ചരിക്കുമ്പോൾ ഖാഷ എന്ന് ഉച്ചരിക്കണം എന്നാണ് നിയമം. അപ്പൊ ക്ഷ എന്ന് പറയണം. പിന്നെ നിർത്തേണ്ട സമ്പ്രദായം അർത്ഥബോധം ചിലർക്ക് ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ, കേൾക്കുന്നവർക്ക് തോന്നാൻ വേണ്ടിയില്ല. ചാനീല ശ്ലക്ഷ്ണകേശം, നല്ല തലമുടി, ജ്വലിത മകര കുണ്ടലം, ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള കുണ്ടലാണ് മകരകുണ്ടലങ്ങൾ. ഒരു തരം മത്സ്യത്തിന്റെ ആകൃതിയുള്ള കുണ്ടലാണ്. മന്ദഹാസ്യന്താദ്രം, കാരുണ്യം വഴിയുന്ന മന്ദഹാസം. കൗസ്തുഭശ്രീ പരിഗത വനമാലോരു ഹാരാവിനാം. കൗസ്തുഭം എന്നുള്ള രത്നം ഭഗവാന്റെ പ്രത്യേകതയാണ്. വനമാലകള് ഇതൊക്കെ ഭഗവാന്റെ പ്രത്യേകതയാണ്. ഹാരം, മുത്തുമാല ഇതൊക്കെ ധരിച്ചിട്ടുള്ള തിരുമാറ്. ശ്രീവത്സാംഗം, ശ്രീവത്സം എന്ന പേരായിട്ടുള്ള ഒരു മറവ് ഭൃഗു മഹർഷി പണ്ട് ചവിട്ടിയിട്ടുള്ള മറവാണ്. ഭൃഗു മഹർഷി വന്നപ്പോ ഉറങ്ങാറുന്നു ഭഗവാൻ. അപ്പൊ ചവിട്ടി. അപ്പൊ ആ ഓർമ്മയ്ക്ക് വേണ്ടി ഭഗവാൻ അത് ധരിക്കാണ്, എന്നും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. സുബാഹും, ശ്രീവത്സാംഗം സുബാഹും, നല്ല മനോഹരമായിട്ടുള്ള തൃക്കൈകള്, മൃദുലസദുദരം, ചെറിയ വയറ്, കാഞ്ചനച്ഛായജലം, പീതാംബരപ്പട്ട്, ചാരുസ്നിഗ്ധോരും, മനോഹരമായിട്ടുള്ള ഊരുക്കള്, തുടകള്, അംഭോരുഹ ലളിതപദം, താമരപ്പൂ പോലെ മനോഹരമായിട്ടുള്ള തൃക്കാലടികള്. ഇങ്ങനെയുള്ള സ്വരൂപത്തെ ഞാൻ ധ്യാനിക്കണു എന്നാണ് ചുരുക്കത്തിൽ അർത്ഥം. അപ്പൊ അതില് അവിടെയൊക്കെ നിർത്താം, എവിടെയൊക്കെയാണോ പദം പറഞ്ഞത് അവിടെയൊക്കെ നിർത്താൻ വിരോധമില്ല എന്നാണ് സമ്പ്രദായം. ചൊല്ലിക്കോളി. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസത്കുണ്ഡലം മന്ദഹാസ്യന്താർദ്രം കൗസ്തുഭശ്രീ പരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീ